ഓൾ ഓഫ് us ആർ ഡെഡ് എന്നൊരു മൂവി ഞാൻ ഈ ഒരു അടുത്ത കാലത്ത് കാണുകയുണ്ടായി. അതിന്റെ പ്രമേയം മറ്റൊന്നുമല്ല, സോംബി വൈറസ് ബാധിച്ച ഒരു നഗരം ഇല്ലാതാകുന്ന ഒരു സിനിമയാണ്. ഇതിപ്പോൾ ഇവിടെ പറയാനുള്ള ഒരു കാരണം, കഴിഞ്ഞ ദിവസം ആഫ്രിക്കൻ രാജ്യമായിട്ടുള്ള സിയോറലിയോണിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കാരണം മയക്കുമരുന്നിന് അടിമപ്പെട്ടിരിക്കുകയാണ് ആ രാജ്യം. ഖുഷ് എന്ന സോംബി മയക്കുമരുന്നാണ് അവിടുത്തെ യുവാക്കളുടെ ജീവിതം മുഴുവൻ തകർത്തിരിക്കുന്നത്. ലഹരിക്കടിമയാകുന്ന ഒരു സമൂഹം നമുക്ക് പുതുമയുള്ളതൊന്നും അല്ല. പക്ഷേ ഈ ആഫ്രിക്കയിൽ ഉള്ള ഈ രാജ്യത്തെ യുവാക്കൾ ചെയ്യുന്നത് കണ്ടാൽ അറപ്പും പേടിയും തോന്നും. കാരണം ഈ ഖുഷ് എന്ന മയക്കുമരുന്നിൽ മനുഷ്യന്റെ അസ്ഥി പൊടിച്ചു ചേർക്കണം. അതിനുവേണ്ടി ഈ ലഹരി കിട്ടാൻ വേണ്ടി ഇവർ ചെയ്യുന്ന കാര്യം എന്താണെന്നറിയോ? കുഴിമാടങ്ങൾ മാന്തിയെടുക്കുകയാണ്. അതുപോലെ ലഹരിക്ക് അടിമപ്പെട്ടുപോയ ഈ സമൂഹം, അതിനാൽ അവിടുത്തെ ഗവൺമെന്റ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ. മാത്രമല്ല, സ്വന്തം കൂടപ്പിറപ്പിന്റെ ശവക്കല്ലറ മാന്താതിരിക്കാൻ വേണ്ടിയിട്ട് ശവക്കല്ലറകൾക്ക് കാവൽ നിൽക്കുകയാണ് ഓരോ കുടുംബങ്ങളും അവിടെ. അങ്ങനെ ഒരു കാഴ്ച അവിടെ കാണാൻ സാധിക്കും. ഇങ്ങനെ ഒരു അവസ്ഥ നാളെ നമ്മുടെ കേരളത്തിലും ഉണ്ടാകും. ഓരോ വർഷം കൂടുമ്പോഴും ശരാശരി മയക്കുമരുന്നിൽ അടിമയാകുന്നവരുടെ എണ്ണം ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ് കേരളത്തിൽ. ഈ MDM പോലുള്ള മാരക മയക്കുമരുന്നുകൾ ഇന്ന് വ്യാപകമായും ലഭിക്കുന്ന ഒരു സമൂഹമാണ് കേരളം. അതിൽ അകപ്പെട്ടു പോകുന്ന സമൂഹത്തെ നമുക്ക് രക്ഷിക്കാൻ പ്രയാസം തന്നെയാണ്. ഇന്നത്തെ തലമുറ ഇങ്ങനെയാണെങ്കിൽ നാളത്തെ തലമുറ ഇനി എന്താകുമെന്ന് ഒരു ഉറപ്പുമില്ല. ഈ ആഫ്രിക്കയിൽ സാക്ഷ്യം വഹിച്ച സോംബി മയക്കുമരുന്നുകൾ നാളെ നമ്മുടെ നാട്ടിലും വിപണിയിൽ ഉണ്ടാകും. അത് വാങ്ങാൻ ഒരുപാട് പേരും ഉണ്ടാവുകയും ചെയ്യും. ഇതിനെ പൂർണ്ണമായും പിടിച്ചു കെട്ടാൻ നമ്മുടെ കേരള ഗവൺമെന്റ് സാധിക്കും. പക്ഷേ അവരത് ചെയ്യില്ല. ഈ MDMൽ അകപ്പെട്ട് സ്വന്തം കുഞ്ഞിനെ വെട്ടിക്കൊന്ന ഒരു അച്ഛനെ നമുക്ക് ഓർമ്മയുണ്ട്. ഇന്ന് അയാൾ ജീവനോടെ ഇല്ല. കുറ്റബോധം കാരണം ആത്മഹത്യ ചെയ്തു. അതുപോലെ കൊട്ടാരക്കരയിലെ വന്ദന എന്ന ഡോക്ടറെ കുത്തിക്കൊന്നത് ഈ MDM ഉപയോഗിച്ച സമൂഹം തന്നെയാണ്. നല്ല രീതിയിൽ ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു സമൂഹത്തിലേക്കാണ് ഈ MDM പോലുള്ളവ മാരക ലഹരി കടന്നു വരുന്നത്. ഇന്ന് ഞാൻ ഈ ഒരു ടോപ്പിക് എടുക്കാനുള്ള പ്രധാന കാരണം നമ്മുടെ സമൂഹത്തിന്റെ പോക്കിനെ കുറിച്ച് ഓർത്തുള്ള ഭയം കൊണ്ടാണ്. അന്യഗ്രഹ ജീവികളുള്ള ലോകത്തേക്ക് പോകാൻ വേണ്ടി വിദ്യാസമ്പന്നരായ അതും അധ്യാപകർ, അതായത് മറ്റൊരു ഗ്രഹത്തിൽ പുനർജനിക്കാൻ വേണ്ടി സ്വമേധയാ ജീവൻ ഇല്ലാതാക്കിയത് ഇവിടെ കേരളത്തിൽ തന്നെയാണ്. അതുപോലെ അന്ധമായ ചിന്തകളുള്ള ഒരു സമൂഹമാണ് ഇന്ന് കേരളത്തിലുള്ളത്. അവിടെയാണ് മയക്കുമരുന്ന് വർദ്ധിച്ചു വരുന്നത് കൂടി ചെയ്യുന്നത്. എന്തെങ്കിലും ഒരു അപകടം വരുമ്പോൾ മാത്രമേ നമ്മുടെ സർക്കാർ ഇതിനെ തിരിഞ്ഞു നോക്കുകയുള്ളൂ, അല്ലെ? പിന്നീട് ഇതിനൊരു ശാശ്വത പരിഹാരം നൽകാൻ സാധിക്കാറുമില്ല. ദിനം പ്രതി മയക്കുമരുന്ന് കണ്ടെത്തൽ കേരളത്തിൽ നടക്കുന്നുണ്ട്. ഇതൊന്നും ഒരു മീഡിയയും വാർത്തയാക്കുന്നില്ല. ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു മാഫിയ തന്നെയുണ്ട് നമ്മുടെ കേരളത്തിൽ. അത് വ്യക്തമായിട്ട് നമ്മുടെ അധികാരികൾക്ക് അറിയുകയും ചെയ്യാം. ഇതെല്ലാം കണ്ണടച്ച് കളയുകയാണ് നിയമപാലകർ. ഈ ആഫ്രിക്കയിൽ നടന്ന സംഭവം വളരെ ആശങ്ക ഉയർത്തുന്ന ഒരു വാർത്ത തന്നെയാണ്. ഇത് ആഫ്രിക്കയിൽ ആയതുകൊണ്ട് ഇന്ന് ഇത് നമ്മുടെ നാട്ടിൽ വാർത്തയാകുന്നില്ല എന്ന് മാത്രം. ഈ കൊറോണ വന്നപ്പോൾ അങ്ങനെ ആയിരുന്നല്ലോ. അത് ചൈനയിൽ നടക്കുന്നതല്ലേ, കുഴപ്പമില്ല, അവിടെയല്ലേ മരിക്കുന്നത് എന്ന്. പിന്നീട് ഇത് കേരളത്തിൽ വ്യാപിച്ചപ്പോൾ മറ്റുള്ളവർ മരിച്ചപ്പോഴുമാണ് അതിന്റെ ഭീകരത മനസ്സിലായത്. അതുപോലെയാണ് ഇത് വൈറസ് ഒന്നുമല്ല വ്യാപിക്കാൻ. പക്ഷേ ഈ പറയുന്ന സോംബി മയക്കുമരുന്നുകൾ നമ്മുടെ നാട്ടിൽ വിപണിയിൽ എത്തിക്കാൻ കഴിയുന്ന ഒരു മാഫിയകൾ കേരളത്തിലുണ്ട്. ഈ പറയുന്ന MDM എല്ലാം വന്നിരിക്കുന്നത് ഇതുപോലെയുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് തന്നെയാണ്. അതുകൊണ്ട് ഇതിനെ ആരും നിസാരവൽക്കരിച്ച് കാണരുത്. ഇന്ന് പിച്ച വെച്ച് തുടങ്ങുന്ന സമൂഹം നാളെ ചിന്തിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് ഏക്ക് പോലും കണ്ടെത്താൻ കഴിയില്ല. അതുപോലെ അപ്ഡേറ്റഡ് ആണ്. ഇന്ന് മിതി പോലുള്ള അന്യഗ്രഹ ജീവികൾക്ക് വേണ്ടി തിരയുന്ന ഒരു സമൂഹം ഉണ്ടെങ്കിൽ നാളെ എന്ത് സമൂഹമാണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് ഒരു നിശ്ചയമില്ല. അങ്ങനെ ഒരു തലമുറയിലേക്ക് ഇതുപോലുള്ള മയക്കുമരുന്ന് വ്യാപനം കൂടി വന്നാലുള്ള അവസ്ഥ അതിഭീകരമാണ്. ബോധവൽക്കരണങ്ങൾ സന്ദർഭങ്ങളിൽ മാത്രം നൽകാതെ
ഇതിനെല്ലാം വേണ്ടിയുള്ള ഒരു അടിയന്തരമായിട്ടുള്ള തീരുമാനം ഉടൻ എടുക്കേണ്ടത് അനിവാര്യം തന്നെയാണ്.